ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ വിമാന കമ്പനിയായ ഇൻഡിഗോ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും വിമാന സർവീസ് ആരംഭിക്കുന്നു. നവംബർ മാസം മുതൽ ഡൽഹി മുംബൈ വഴിയാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. ഇതോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 മുതൽ ദുബായിൽ നിന്ന് ഡൽഹിയിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കുമെന്ന് ഇൻഡിഗോ പ്രസിഡന്റ് ആദിത്യ ഘോഷ് ദുബായിൽ ജെയിൻ ന്യൂസിനോട് പറഞ്ഞു. We are basically starting off with Dubai to Delhi and Dubai to Bombay, but within we are going to start on the 1st of September and the 2nd of October. But in the first 90 to 100 days itself, we are going to connect up Dubai to Trivandrum and Dubai to Cochin, and then future plans are to connect up Kozhikode as well. So and then add more flights on those routes. So absolutely, Kerala is a very, very important market. We already fly several flights to Cochin and Trivandrum domestically, very, very popular flights for us. And we are going to connect that up to the Middle Eastern market. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമാർ ചേരുന്നു. എൽവിസ്, എങ്ങനെയാണ് ഇൻഡിഗോയുടെ സർവീസുകൾ? ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അശ്വിനി, ഡൽഹിയിൽ നിന്ന് ദുബായിലേക്ക് ഇൻഡിഗോയുടെ വിമാന സർവീസ് സംബന്ധിച്ച വാർത്താ സംബന്ധിച്ച ശേഷം ജെയ്ഹിയിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതനുസരിച്ച് സെപ്റ്റംബർ 1 മുതൽ ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കും ഒക്ടോബർ 2 മുതൽ മുംബൈയിൽ നിന്ന് ദുബായിലേക്കും ഇൻഡിഗോ സർവീസ് ആരംഭിക്കും. നികുതി ഉൾപ്പെടെ 814 ദീർഘത്തിന്, അതായത് 9,999 രൂപയ്ക്ക് ദുബായിലേക്ക് ഇനി പറക്കാം. ഇതേ നിരക്കിൽ തന്നെ നവംബർ മാസം മുതൽ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും യാത്ര ചെയ്യാമെന്നും ഇൻഡിഗോ പ്രസിഡന്റ് ആദിത്യ ഘോഷ് ജെയ്ഹിൻ ടിവിയോട് പറഞ്ഞു. ഡൽഹി മുംബൈ വഴിയായിരിക്കും കേരളത്തിലേക്കുള്ള ഈ കണക്ടിംഗ് സർവീസ്. കേരള ഈ മാസത്തിൽ പ്രവാസികൾക്കുള്ള സമ്മാനമായിരിക്കും ഇത്. ഡൊമസ്റ്റിക് വിമാന കമ്പനിയായിരുന്ന ഇൻഡിഗോയുടെ ആദ്യ രാജ്യാന്തര സർവീസാണ് ദുബായിലേക്ക് വരുന്നത്. ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ദിവസേന സർവീസ് ഉണ്ടാകും. വൈകാതെ മറ്റൊരു ഗൾഫ് രാജ്യമായ മസ്കറ്റിലേക്കും സർവീസ് ആരംഭിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം തന്നെ ബാങ്കോക്കിലേക്കും സിംഗപ്പൂരിലേക്കും സർവീസ് തുടങ്ങും. ഇൻഡിഗോയുടെ വരവോടെ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ വിമാന കമ്പനികൾ തമ്മിലുള്ള മത്സരം വീണ്ടും ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ വിമാന കമ്പനിയായ ഇൻഡിഗോ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുന്നു. വിശദാംശങ്ങളാണ് എൽവിസ് ചുമാർ നൽകിയത്. പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവാസി പുനരധിവാസം പ്രാവർത്തികമാക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി തയ്യാറാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി സിദ്ദിഖ പറഞ്ഞു. അടുത്ത സംസ്ഥാന ബജറ്റിൽ പ്രവാസികൾക്കായി പ്രത്യേക ഫണ്ട് നീക്കിവെക്കുമെന്നും അദ്ദേഹം റിയാദിൽ പറഞ്ഞു. തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ മതേതര ചിന്തകൾ ആയുധമാക്കി പൊരുതുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും ഭാരതത്തിനു വേണ്ടി രക്തസാക്ഷികളായ